Hi dear students, today we are discussing superposition principle and electric field. നമുക്ക് ഫസ്റ്റ് എന്താണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. കൂളംസ് ലോ നമ്മൾ 2 ചാർജ് കൺസിഡർ ചെയ്തു, അതായത് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് എന്താണെന്ന് പറഞ്ഞു. ഇനി മോർ ദാൻ 2 ചാർജ് ഉണ്ടെങ്കിലോ, അതായത് നമ്മൾ കുറേ ചാർജിൻ്റെ കേസ് എടുക്കുന്നു, അതായത് ചാർജസ് Q1, Q2, Q3 എക്സെട്ര ടു Qn, ദെൻ പൊസിഷൻസ് R1, R2, R3 എക്സെട്ര ടു Rn. ഇവിടെ Q1 എന്ന ചാർജ് കൊണ്ട് ടെസ്റ്റ് ചാർജ് Qയിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, അതാണ് F1 എടുക്കുന്നത്. ദെൻ Q2 എന്ന ചാർജ് കൊണ്ട് ടെസ്റ്റ് ചാർജ് Qയിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദെൻ Q3 കൊണ്ട് എന്തുണ്ടാവും? Qയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അതാണ് F3 എക്സെട്ര ടു Qn എന്ന ചാർജ് കൊണ്ട് ടെസ്റ്റ് ചാർജ് Qയിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് Fn. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ചാർജ് എങ്ങനെ എഴുതാം? അതായത് പ്രിൻസിപ്പിൾ പ്രകാരം എങ്ങനെ എഴുതാം? Qi എന്ന ചാർജ് കൊണ്ട് ടെസ്റ്റ് ചാർജ് Qയിൽ ഉള്ള ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഓരോ പ്രിൻസിപ്പിൾ പ്രകാരം എന്തായിരിക്കും? ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സിൻ്റെയും വെക്റ്റർ സമ്മ് ആയിരിക്കും, അതായത് വെക്റ്റർ സമ്മ് തന്നെ എടുക്കണം. വെക്റ്റർ സമ്മായിരിക്കും എന്ത്? ടോട്ടൽ ഫോഴ്സ്. അതാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഇപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? F is equal to വെക്റ്റർ സം ഓഫ് ടോട്ടൽ, ഓരോ ഇൻഡിവിജ്വൽ ഫോഴ്സിൻ്റെയും വെക്റ്റർ സം എടുത്താൽ എന്ത്? ടോട്ടൽ ഫോഴ്സ് കാണാൻ. ദെൻ അങ്ങനെയാണ് നമുക്ക് F എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ F is equal to ഫസ്റ്റ് ചാർജിൻ്റെ കേസിലുള്ള ഫോഴ്സാണ് F1, വെക്റ്റർ F1. ദെൻ നെക്സ്റ്റ് വെക്റ്റർ F2, ദെൻ F3 എക്സെട്ര ടു Fn. നമ്മൾ കൂളംസ് ലോ എന്താ പഠിച്ചത്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചില്ലേ? അതായത് F is equal to 1/4πε0 Q1 Q by R0 minus R1 whole square into R cap. ഇവിടെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? കൂളംസ് ലോ പ്രകാരം എങ്ങനെ എഴുതാം? F ടോട്ടൽ ഫോഴ്സ് F is equal to 1/4πε0 Q1 Q by modulus of R0 minus R1 whole square into R, പിന്നെ എന്താണ്? R cap R10 cap. ഓക്കെ, യൂണിറ്റ് വെക്ടർ R10 എടുത്ത് ഫസ്റ്റ് Q1 കേസ്. നെക്സ്റ്റ് എന്തായിരിക്കും? പ്ലസ് സെക്കൻഡ് ഫോഴ്സ് F2 1/4πε0 Q2 ക്യാപിറ്റൽ Q by R0 minus R2 whole square R20 cap. ദെൻ എക്സെട്ര ടു അപ് ടു എന്ത് വരെ ഉണ്ട്? 1/4πε0 Qn Q by R0 minus Rn square, പിന്നെ Rn0 cap. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലാസ്റ്റ് ഇതൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ? അതായത് സമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. അതായത് F എങ്ങനെ കിട്ടും? സമേഷൻ ഓഫ് കോമൺ പാർട്ട് ആദ്യം ടേക്കിംഗ് ഔട്ട് സൈഡ്, അതായത് 1/4πε0 പാർട്ട് ആദ്യം ടേക്കിംഗ് ഔട്ട് സൈഡ്. ദെൻ എന്ത് ബാക്കി ഉണ്ടാവും സമേഷൻ്റെ ഉള്ളിൽ? ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് F is equal to Q by 4πε0 summation of I is equal to 1 to n Qi by R0 minus Ri whole square into Ri0 cap. Here I എന്താണ്? 1, 2, 3 etc. to n. Okay,
ഇനി നമുക്ക് എന്താ തിയറം പറയുന്നതെന്ന് വെച്ചെടുക്കാം. തിയറം എന്താണ് പറയുന്നത്? According to superposition principle, the force acting on given charge equal to the vector sum of force exerted on it by all other charge. അതായത് മറ്റെല്ലാ ചാർജിൻ്റെയും വെക്റ്റർ സമ്മാണ് എന്ത്? ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന പാർട്ട് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന കാൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കാൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇത് 3D സ്പേസ് ആയിരിക്കും. അപ്പോൾ ഇതിന് ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എന്ന് വെച്ചാൽ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ അല്ല, ഇത് 3 ഡയമെൻഷണൽ സ്പേസ് ആയിരിക്കും. ഇലക്ട്രിക് ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്ന 3 ഡയമെൻഷണൽ സ്പേസ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇതിന് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചാർജ് ക്യൂ എന്നെടുക്കുന്നു, അനദർ ചാർജ് ക്യൂവും എടുക്കുന്നു. ഫിഗറിൽ കാണുന്ന പോലെ വി കൺസിഡർ ടെസ്റ്റ് ചാർജ് ക്യൂ ആൻഡ് അനദർ സോഴ്സ് ചാർജ് ക്യൂ. ഇത് രണ്ട് പോസിറ്റീവ് ആക്കി എടുത്താൽ എന്ത് സംഭവിക്കും? അൺലൈക്ക് ചാർജ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ദ ഫോഴ്സ് ഈസ് റിപ്പൽസീവ് ഫോഴ്സ്. ഓക്കെ, ഇനി ക്യൂ എന്ന ടെസ്റ്റ് ചാർജ് ഒരു എഫക്റ്റ് ഉണ്ടാകും. അതായത് ക്യൂ എന്ന ടെസ്റ്റ് ചാർജിൻ്റെ, അതായത് ക്യൂ എന്ന ചാർജിൻ്റെ ഫീൽഡ്, ക്യൂവിന് തന്നെ ഒരു ഫീൽഡ് ഉണ്ടാകും. പിന്നെ ക്യൂവിൻ്റെ ഒരു ഫീൽഡ് ഫിഗറിൽ കാണുമ്പോൾ ക്യൂവിൻ്റെ ഒരു ഫീൽഡിലേക്ക് നമ്മളൊരു മറ്റൊരു ചാർജ്, അതായത് സോഴ്സ് ചാർജ് ക്യൂ വെക്കുന്നു. അപ്പോൾ ഈ രണ്ട് ചാർജ് തമ്മിൽ എന്തുണ്ടാവും? ലൈക്ക് ചാർജ് ആയത് ലൈക്ക് ചാർജ് ആയതുകൊണ്ട് എന്തുണ്ടാവും? ഫോഴ്സ്, റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എഫക്റ്റ് ചെയ്യുന്ന സ്പേസ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നു. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എഫക്റ്റ് ചെയ്യുന്ന സ്പേസ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, the electric field is space around a charge experience an electrostatic force of attraction or repulsion. Okay, clear? ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താ നോക്കാം. ഫിഗർ കാണുന്ന പോലെ ക്യൂ എന്ന ചാർജിന് ചുറ്റും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് ക്യൂ എന്ന ചാർജിന് ചുറ്റും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ക്യൂവിന് കഴിയും. ഇനി മറ്റൊരു ചാർജ് ക്യൂ, അതായത് സ്മോൾ ക്യൂ എടുക്കുന്നു. അതിൻ്റെ ചാർജ് 1 കൂളം ആണെന്ന് എടുക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് ചാർജ് ആണ് 1 കൂളം. സോ യൂണിറ്റ് ചാർജ് സ്മോൾ ക്യൂവിൽ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഒരു യൂണിറ്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫോഴ്സ് ആണ് എന്ത്? അതായത് യൂണിറ്റ് ചാർജ് ക്യൂ, ക്യാപിറ്റൽ ക്യൂ, അതായത് ടെസ്റ്റ് ചാർജ് ക്യൂവിൽ ഒരു ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ദെൻ നമുക്ക് എന്തു അറിയാം? ഒരു യൂണിറ്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ഇ. ഓക്കെ, അപ്പം നമുക്ക് ഈനെ എങ്ങനെ എഴുതാം? ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് ക്യൂ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ എഫ് ബൈ ക്യൂ എന്നതിൽ കൂടെ. അപ്പം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതാം? ഇ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ക്യൂ ടെൻസ് ടു 0 വെക്റ്റർ എഫ്, അതായത് എഫ് ബൈ ഫോഴ്സ് വെക്റ്റർ അല്ലേ, ദെൻ ഫോഴ്സ് ബൈ ചാർജ്. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എന്താണ് പഠിച്ചത്? ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ
small q into capital Q by r square r cap. Then that will apply in above equation. Then എന്ത് കിട്ടും? E is equal to 1 by 4 pi epsilon 0 q into capital Q by r square into r square by capital Q അല്ലേ വരിക. Then എന്ത് കിട്ടും? അത് എവിടത്തേക്ക് വന്ന് മുകളിലേക്ക് വന്നപ്പോൾ that will cancel. Then ഇത് വാക്കിൻ്റെ ഇനി ആർ ക്യാപ്പ്. ദെൻ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ലാസ്റ്റ് E is equal to 1 by 4 pi epsilon 0 q by r square into r cap. ദെൻ നമുക്ക് ഇക്വേഷൻ നിന്ന് എന്ത് പറയാം? അതാണ് ഇതെന്താണ് സംഭവം നമുക്ക് കിട്ടിയത്? Q എന്ന ചാർജ് കൊണ്ട് r ഡിസ്റ്റൻസിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എന്ത്? മുകളിലത്തെ ഇക്വേഷൻ. ദെൻ ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. പിന്നെ എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ ആർ. പൊസിഷൻ വെച്ചാൽ ആർ. ഫങ്ഷൻ ഓഫ് പൊസിഷൻ ഓഫ് ദ ഫീൽഡ് പോയിന്റ് ആൻഡ് സോഴ്സ് ചാർജ് Q. പറഞ്ഞൂടെ? ദെൻ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെസ്റ്റ് ചാർജ് Q. ഓക്കെ, ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ടെസ്റ്റ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് E is equal to ഫോഴ്സ് ബൈ ചാർജ് F by Q. അപ്പോൾ ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ദെൻ ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൂളം. ദെൻ ന്യൂട്ടൺസ് പെർ കൂളം എന്ന് എഴുതിക്കൂടെ? ദെൻ എങ്ങനെ എഴുതാം? ന്യൂട്ടൺ കൂളൻ ഇൻവേഴ്സ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇത് നമ്മൾ സിസ്റ്റം ഓഫ് പോയിൻ്റ് ചാർജ് എടുക്കുന്നു. അതായത് Q1 Q2 Q3 എക്സെട്ര ടു Qn വരെയുള്ള ചാർജ് എടുക്കുന്നത്. അതിൻ്റെ പൊസിഷൻ വെക്ടർ പൊസിഷനായ R1ഉം R2 R3 Rn വരെ എടുക്കുന്നു. ദെൻ R0 എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ER0 is equal to 1 by 4 pi epsilon 0 I is equal to 1 to n Qi by modulus of R0 minus Ri whole square into Ri0 cap എന്ന് എഴുതിക്കൂടെ? ഓക്കെ, എന്നാൽ ഫിഗറിൽ കാണുന്ന പോലെ സ്മോൾ ചാർജ് കൺസിഡർ ചെയ്യുന്നു. അവിടെ ചാർജ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നു എങ്കിൽ, അതായത് അവിടെ ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണ് റീജിയനിലെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം? അതായത് അറ്റ് എ പോയിൻ്റ് P ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് റീജിയനിലെ ചാർജിൻ്റെ ഇൻ്റർവൽ വാല്യൂ എടുത്താൽ പോരെ? റീജിയനിലെ ചാർജസിൻ്റെ ആകെ, അതായത് അതിൻ്റെ ഇൻ്റർവൽ വാല്യൂ എടുത്താൽ എന്ത് കിട്ടും? ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E of R0 is equal to 1 by 4 pi epsilon 0 integral dqi by modulus R0 minus Ri square whole square into Ri0 cap എന്ന് എഴുതിക്കൂടെ? ഹിയർ dqi എന്താണ്? എലമെൻ്ററി റീജിയനിലെ ചാർജാണ് എന്ത്? dqi. Ri എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്ത റീജിയനിലെ ചാർജിൻ്റെ പൊസിഷനും. ദെൻ
നമ്മളിനി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ ആണെങ്കിലോ എങ്ങനെ എഴുതാം? ഇഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ ലൈൻ, ദെൻ ഡി ക്യു ഐ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഡി എൽ. ഹിയർ dl is elementary length and lambda is charge per unit length. അങ്ങനെയാണെങ്കിൽ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഡി ക്യു ഐ എങ്ങനെ എഴുതാം? സിഗ്മ ഡി എസ് എന്ന് എഴുതിക്കൂടെ? വേർ ഡി എസ് ഈസ് ആൻ എലമെൻ്ററി ഏരിയ ഓൺ ദ സർഫസ് ആൻഡ് സിഗ്മ ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് സർഫസ് ഏരിയ. ഇനി അങ്ങനെയാണെങ്കിൽ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഡി ക്യു ഐ എങ്ങനെ എഴുതാം? വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഡി ക്യു ഐ എങ്ങനെ എഴുതാം? ഡി ക്യു ഐ ഈസ് ഈക്വൽ ടു റോ ഡി വി. ദെൻ ഡി വി ഈസ് എലമെൻ്ററി വോളിയം ആൻഡ് റോ ഈസ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ. ഇനി ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും തമ്മിൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 1/4πε0 Q/r². ദെൻ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2/r². ദെൻ Q2 പകരം ഇവിടെ എന്താണ് എടുത്തത്? ക്യാപിറ്റൽ Q. ദെൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ടെസ്റ്റ് ചാർജ് Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടൂലേ? Okay. This session is over. Thank you for all.